ഇന്ത്യക്ക് ഒരു വമ്പൻ എയർക്രാഫ്റ്റ് കാരിയർ കൂടി വരുന്നു. ഇന്ത്യൻ നേവിയുടെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ പോകുന്ന ഒരു ശുഭവാർത്ത കൂടി വന്നിരിക്കുകയാണ്. എന്താണ് സർ വിവരം? അത് INS വിശാൽ, ഇന്ത്യയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിരിക്കും. അത് 65,000 ടൺ കപ്പാസിറ്റി ഉള്ള, കേപ്പബിലിറ്റി ഉള്ള 65,000 ടൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ എൻജിൻ ഇതും അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ജലത്തിൻ്റെ അളവെല്ലാം കൂടി പറഞ്ഞിട്ടാണ് ഈ 65,000 ടൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ കൊച്ചിയിൽ നിർമ്മിച്ച, തദ്ദേശീയമായിട്ട് നിർമ്മിച്ച INS വിക്രാന്താണ്. അതിന് 45,000 ടണ്ണാണ് അതിൻ്റെ കേപ്പബിലിറ്റി. അത് കൂടാണ്ട് വേറൊരു കപ്പൽ കൂടിയുണ്ട്, INS വിക്രമാദിത്യ. അത് റഷ്യ ഉപയോഗിച്ചിരുന്ന ഒരു കപ്പൽ മേടിച്ച്, കിയേവ് ക്ലാസ് കാരിയറാണ്. അത് മേടിച്ചിട്ട് നമ്മൾ പുതുക്കി പണിത് റിനോവേറ്റ് ചെയ്തിട്ട് ഇറക്കിയതാണ്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് ഇത്രയും സമുദ്ര അതിർത്തിയൊക്കെ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ. 3 വശവും കടലിൽ അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷൻ. പിന്നെ അത് മാത്രമല്ല, വളരെയധികം കപ്പലുകൾ കടന്നു പോകുന്നുണ്ട് ഇന്ത്യൻ ഓഷൻ കൂടി, ഇന്ത്യക്ക് സമീപത്ത് കൂടിയൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് ഒരു ഈ എയർക്രാഫ്റ്റ് കാരിയർ ഇപ്പോൾ 2 ഉള്ളൂ. ഒരെണ്ണം കൂടി വന്നാൽ 3. അതിപ്പോൾ 5-6 വർഷമെങ്കിലും എടുക്കാതിരിക്കില്ല. അപ്പം അപ്പോഴും ഒരു കപ്പൽ, ഒരു വിമാനവാഹിനി കപ്പൽ സ്റ്റാൻഡ് ബൈ ആയിട്ടും മറ്റേ 2ഉം ആക്റ്റീവായിട്ട് കടലിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ആ മൂന്നാമതൊരു കപ്പലിന് വേണ്ടിയിട്ടുള്ള പണിയാണ് ഇന്ത്യൻ നേവിയും പിന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും കൂടി തയ്യാറാക്കുന്നത്. INS വിശാൽ എന്നാണ് പേര് അതിൻ്റെ. അതിൻ്റെ ഡിസ്കഷൻസ് വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ എയർക്രാഫ്റ്റ് വിക്രാന്ത് കണ്ടിട്ടില്ലേ? ഒരു എയർപോർട്ട് ഒരു ഇങ്ങനെ കുറച്ച് പൊങ്ങിയിട്ടിരിക്കുന്നതാണ്. ഇത് ഫ്ലാറ്റ് ടൈപ്പ് റൺവേ ആയിരിക്കും ഇതുവഴി. അപ്പോൾ അതൊന്ന്. പിന്നെ വേറെ ഒന്നുള്ളത് അൺമാൻഡ് ഏരിയൽ കോമ്പാറ്റ് വെഹിക്കിൾ, UACV എന്നൊക്കെ പറയുന്ന അഡ്വാൻസ്ഡ് വേർഷൻ ഉള്ള വിമാനങ്ങൾ ഈ വിമാനവാഹിനി കപ്പലിൽ ഇറങ്ങാനായിട്ട് സാധിക്കും, പറന്ന് പൊങ്ങാനും സാധിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന അതിനകത്ത് ഇവൻ എന്താ പറയണേ, ഈ ട്രാൻസ്പോർട്ട് വിമാനങ്ങളുണ്ടല്ലോ, ചെറിയ ഒരു 10, 15, 25 പേരെയൊക്കെ വഹിച്ചുകൊണ്ടുള്ള ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ കടലിലേക്ക്, കടൽ തീരത്ത് നിന്നും ഈ കപ്പലിലേക്ക് പോകാനും അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള സംവിധാനമൊക്കെ ഉള്ള ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കപ്പലാണ് ഉദ്ദേശിക്കണം. ഞാൻ കേട്ടിരുന്നത് ഇനി ഉണ്ടാക്കാൻ പോകുന്ന വിമാനവാഹിനി കപ്പൽ, എയർക്രാഫ്റ്റ് കാരിയർ, ഒരു ന്യൂക്ലിയർ പവേർഡ് ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിപ്പോൾ ഇതിനെ പറ്റിയിട്ട് വിശാലില് സാധാരണ പോലെ ടർബൈൻ, ഡീസൽ പവർ ഇതായിട്ടുള്ള എൻജിൻ കൊണ്ട് പ്രവർത്തിക്കുന്ന കപ്പലായിട്ടാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ 4മതൊരു കപ്പലിന് കാലക്രമേണ അതിനുള്ള സംവിധാനങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത് ന്യൂക്ലിയർ പവേർഡ് കപ്പലായിരിക്കും. ഇപ്പോൾ അമേരിക്കയുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ USS ജെറാൾഡ് ഫോർഡ് അല്ലെ, USS റൊണാൾഡ് റീഗൻ എന്നൊക്കെ പറഞ്ഞ കപ്പലുണ്ടല്ലോ, അതെല്ലാം തന്നെ ന്യൂക്ലിയർ പവേർഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഫ്യൂവലിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീരത്ത് അടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ 3 എണ്ണം ഉണ്ട്. ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് രാജ്നാഥ് സിംഗ് ഒരു 3മത്തെ ന്യൂക്ലിയർ സബ്മറൈൻ കമ്മീഷൻ ചെയ്തു. അതിൻ്റെ പ്രത്യേകത, വെള്ളത്തിനടിയിൽ കുറേ നാൾ കിടക്കാൻ പറ്റും, റീഫ്യൂവലിങ്ങിനൊന്നും എപ്പോഴെപ്പോഴും പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഈ ന്യൂക്ലിയർ പവേർഡ് ഷിപ്പാണെങ്കിൽ അതിനെപ്പോഴും എന്താ പറയണേ, മാസങ്ങളോളം കടലിൽ കഴിയാനായിട്ടുള്ള, കടലിൽ സെയിൽ ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാവും. അപ്പം ഇതൊരു മെയിൻ്റനൻസും അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറേ അധികം ആൾക്കാർ വേണ്ടി വരും. അത് ഒരു മിനി നഗരമായിരിക്കും. ഞാൻ ഒരിക്കൽ USS നിമിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു യുദ്ധക്കപ്പൽ, അവരുടെ ഒരു ന്യൂക്ലിയർ പവേർഡ് കപ്പലിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അത് കണ്ടാൽ നമ്മൾ തോന്നുന്നത് എറണാകുളം നഗരം പോലുള്ളൊരു നഗരമാണെന്ന് തോന്നുന്നു. ഭയങ്കര ഇതാണ്. ഏതാണ്ട് 150ഓളം വിമാനങ്ങൾ തന്നെ ആ കപ്പലിനകത്തുണ്ട്, യുദ്ധവിമാനങ്ങൾ. പിന്നെ ആ വിമാനത്തിന്
സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് 3 ഹോക്ക് ഐഡ് വിമാനങ്ങൾ, അതിൽ 3 ഉണ്ട്, 2 എപ്പോഴും വിമാനത്തിൽ കപ്പലിൽ തന്നെയുണ്ട്, ഒരെണ്ണം എപ്പോഴും പറന്നുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു വിമാനം മുകളിൽ ഇതിന് സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ സബ്മറൈൻസ് ഉണ്ടാവും, മറ്റേ അതുപോലെ ഡിസ്ട്രോയേഴ്സ് ഉണ്ടാവും അതിനെ അക്കോമ്പനി ചെയ്യാനായിട്ട്. അപ്പം അതുപോലുള്ള ഒരു സംവിധാനം ആണ് ഇന്ത്യ, എന്താ പറയുക, അത്രയും എണ്ണം നാവിക ഈ പറഞ്ഞ പോലെ വിമാനവാഹിനി കപ്പലുകൾ ഇല്ലെങ്കിലും മിനിമം ഒരു 4 വിമാനവാഹിനികൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഇന്ത്യയുടെ ഡിഫൻസ് പ്ലാനേഴ്സും വിഭാവന ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നൊരു ന്യൂക്ലിയർ പവേർഡ് ആയിരിക്കും. അപ്പം മൂന്നാമത്തത് സാധാരണ പോലെയുള്ള എഞ്ചിനുള്ള ഹൈ പവർ കപ്പലായിരിക്കും. ആ രീതിയിലാണ് അവർ പ്ലാൻ ചെയ്യണം. കൂടാണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നാവിക പൈലറ്റുമാർ വേണ്ടി വരും. നേവിയിൽ വിമാനം ഓടിക്കുക, നേവൽ എയർക്രാഫ്റ്റ് ഈ കപ്പലിൽ ഇറക്കാനും പറപ്പിക്കാനും ഒരു പ്രത്യേക വൈദഗ്ധ്യം വേണം. അപ്പോൾ ഈ എയർഫോഴ്സിൽ യുദ്ധവൈമാനികരെ സെലക്ട് ചെയ്യുമ്പോൾ എക്സെപ്ഷണലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പൈലറ്റുമാരെ മാത്രമാണ് നേവി പൈലറ്റ് ആക്കുകയുള്ളൂ. കാരണം ഈ കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കപ്പൽ മൂവ് ചെയ്ത കപ്പലിലേക്ക് വേണം ഇത് ചെന്ന് ഇറങ്ങാനായിട്ട്. അതുപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്നായിരിക്കും വിമാനം ടേക്ക് ഓഫ് ചെയ്യണം. ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി കപ്പൽ നിർത്തി കൊടുക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ അത് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴൊക്കെ 0 to 500 kilometers സ്പീഡിലേക്ക് പോണത് സെക്കൻഡിനുള്ളിൽ എത്തിയിരിക്കണം. അതല്ലെങ്കിൽ വിമാനത്തിൽ നിന്ന് നേരെ ചെന്ന് വീണ കടലിലേക്കായിരിക്കും ചെന്ന് വീണത്. അതുപോലെ വിമാനം താഴ്ത്ത് ഇറങ്ങുമ്പോഴും 300-400 കിലോമീറ്റേഴ്സിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് സീറോയിലേക്ക് വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനമൊക്കെയാണ്. അതിനിപ്പോൾ അവർ എന്താ, നമ്മുടെ ഈ കുട്ടികൾ കല്ല് പിടിച്ച് തെറ്റാലി എന്നൊക്കെ പറയുന്നത്, അത് ആ ഒരു ടെക്നോളജിയാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴേക്ക് വിമാനത്തിനെ യുഎസിനുണ്ട്. അത് ഞാനത് കണ്ടിട്ടുണ്ട്, അത് കാരണം പറഞ്ഞു. ഇന്ത്യക്ക് ആ ഇത് വന്നിട്ടില്ല തോന്നുന്നു. അതുപോലെ തന്നെ നിർത്താനായിട്ട് വിമാനം പറന്നിറങ്ങുമ്പോൾ തന്നെ റോപ്പിൽ അത് ഇന്ത്യക്കുണ്ട്, ആ സംവിധാനമുണ്ട്. യുദ്ധവിമാനങ്ങൾ ഇപ്പൊ റഫാൽ യുദ്ധവിമാനങ്ങളൊക്കെ ഇന്ത്യൻ നേവിയുടെ ഈ വിക്രാന്തിൽ ഇറങ്ങാനുള്ള സംവിധാനമുണ്ട്. അത് ഈ കയർ പോയി പിടിച്ച് വലിച്ചു നിൽക്കുന്നതാണ്, ഒരു പുള്ളി പോയിട്ട് പിടിച്ചു വലിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സംവിധാനമൊക്കെയുള്ള കപ്പലായിരിക്കും വിശാൽ എന്ന് പറയുന്നു. പക്ഷെ അത് ഡ്രോയിങ് ടേബിളിലാണ് എന്നാണ് അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ ചിലപ്പോൾ അവരുടെ കാര്യങ്ങളല്ലേ വളരെ ഫിൽട്ടർ ചെയ്ത് വാർത്ത അവർ പുറത്ത് വിടുകയുള്ളൂ. ഇപ്പൊ ഏറ്റവും അവസാനം ആയിരിക്കും എന്താ ഇത് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് തുടക്കത്തിലുള്ള 1/4 ഓഫ് ദി ന്യൂസ് അവർ പുറത്ത് വിട്ടിരിക്കുന്നത്. ഇത് അവര് പ്രത്യേകിച്ചും ഈ കൊച്ചി ഷിപ്പ്യാർഡിന് മറ്റേ INS വിക്രാന്തിന്റെ നിർമ്മാണ വേളയിൽ ഇറക്കി വെച്ചാൽ ഡോക്യുമെന്റ്സോ CD ഒക്കെ മോഷണം പോവുകയൊക്കെ ഉണ്ടായി. അപ്പൊ അതിനുശേഷം അവർ വളരെ കെയർഫുള്ളാണ് എന്ത് വിവരം പുറത്തുവിടാനായിട്ട്. പക്ഷെ സംഗതി ഇതാണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻസും ഇന്ത്യൻ നേവിയിലെ കപ്പൽ നിർമ്മാണ വിദഗ്ധർ, എഞ്ചിനീയർമാരെല്ലാവരും കൂടി ചേർന്ന് ഒരു സംയുക്ത സംരംഭമായിട്ട് ഈ വിമാനവാഹിനി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത് തന്നെ അവർ പുറത്തുവിടും. നമ്മൾ എവിടെയാണ്, ഏത് ഷിപ്പ്യാർഡിലാണ് ഉണ്ടാക്കണമെന്നൊന്നും ഫൈനലൈസ്ഡ് ആയിട്ടില്ല. എന്തായാലും ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ്, വലിയ സ്വപ്നങ്ങളാണ്. ഇന്ത്യയുടെ മുന്നോട്ട് പോക്കിന് വളരെ പ്രധാനപ്പെട്ടതുമാണ്. കാരണം നമ്മൾ ആയുധങ്ങളൊക്കെ, പുതിയ മിസൈൽസും എല്ലാം ഡെവലപ്പ് ചെയ്ത് ലോകത്തിലെ തന്നെ നമ്പർ 1 പവറിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ ഒരു എയർക്രാഫ്റ്റ് കാരിയർ വെസൽ കൂടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അസറ്റാണ്. അത് ലോകത്തിന് മുന്നിൽ സ്വന്തമായിട്ടൊരു സമുദ്രമുള്ള ആൾക്കാരാണ് നമ്മൾ. വേറൊരു രാജ്യത്തിന് അവകാശപ്പെടാനില്ലാത്ത കാര്യം ഇന്ത്യൻ മഹാസമുദ്രം, അത് ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു സമുദ്രം ആരുടെയും പേരിലില്ല. അത് മാത്രമല്ല പ്രിയന് വേറൊരു കാര്യം അറിയോ, ഇന്ത്യൻ മഹാസമുദ്രത്തില് ഇന്ത്യക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക സോൺ ഐക്യരാഷ്ട്രസഭ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വൻ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബെറിലിയം, ബോറോൺ ഇങ്ങനെയൊക്കെ തുടങ്ങിയ എലിമെന്റ്സ് കടലിനടിയിൽ കണ്ടുപോകാനും ഉണ്ട്. അത് കടലിനടിയിൽ നിന്നും പൊക്കിയെടുക്കണം. അത് ആ പ്രൊജക്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പല
എലിമെന്റ്സിന്റെയും പല നമ്മൾ പറയില്ലേ ആ, ബെറിലിയം, അതെ, മെഗ്നീഷ്യം, അപൂർവ ധാതുക്കൾ. മാംഗനീസ് മൊഡ്യൂൾസ് ഉണ്ട് കടലിനടിയിൽ അതെ, കിടക്കുന്നത്. പക്ഷെ അത് കടലിനടിയിൽ നിന്നും മുകളിലേക്ക് കൊണ്ടുവരാനായിട്ടും ആ, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം വാഹനങ്ങൾ, അണ്ടർ വാട്ടർ വെഹിക്കിൾസ് നമ്മളുടെ ചെന്നൈയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പോയി ഈ അത് ഈ മൊഡ്യൂൾസിന്റെ പ്രത്യേകത, അത് അത് പലതരത്തിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിൽ ഒന്ന് ഈ നമ്മുടെ ഹൈഡ്രേറ്റ് എന്ന് പറയേ, ആ ഹൈഡ്രേറ്റ് നമുക്ക് ഈ ഇന്ധനമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള ഏതാണ്ട് വലിയൊരു വിശാലമായ ഒരു സ്ഥലമുണ്ട് ഇന്ത്യക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ മുഴുവൻ ഈ പറഞ്ഞ പോലെ ഹൈഡ്രേറ്റ്സും മാംഗനീസ് മൊഡ്യൂൾസ് എല്ലാം ഉണ്ട്. അത് കടലിനടിയിൽ നിന്നും കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ വെഹിക്കിൾ, സബ്മർജിബിൾ അണ്ടർവാട്ടർ. വെഹിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് നമ്മൾ സമുദ്രയാൻ എന്നൊക്കെയാണ് അവർ പേരിട്ട് വിളിക്കുന്നത്. ചന്ദ്രയാൻ പോലെ സമുദ്രയാൻ. സമുദ്രയാൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയിലെ എഞ്ചിനീയർമാരും സയന്റിസ്റ്റുമാരും കൂടിയാണ് ആ വാഹനം ഡെവലപ്പ് ചെയ്യുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ധനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ അപ്പൊ ഇതുപോലുള്ള മേഖലകളിലൊക്കെ വലിയ സുരക്ഷ ആവശ്യവുമാണ്. ആവശ്യമാണ്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഈ വിമാനവാഹിനികളുടെ എണ്ണം മിനിമം നമുക്ക് എപ്പോഴും ഒരു 3 വിമാനവാഹിനികൾ എപ്പോഴും എന്താ നമുക്ക് സർവീസിലുണ്ടായിരിക്കണം. ഒരെണ്ണത്തിന് എപ്പോഴും എന്താ പറയുന്നത്, സ്റ്റാൻഡ് ബൈക്ക്. അതെപ്പോഴും മെയിൻ്റനൻസിൽ എന്തെങ്കിലും ആയിരിക്കും. അത് ഈ 4 ഷിപ്പ് ഉണ്ടെങ്കിൽ ഇപ്പം 3 എണ്ണം ഉണ്ടാവുകയാണെങ്കിലും ഒരെണ്ണം മെയിൻ്റനൻസിലായിരിക്കില്ല എപ്പോഴും. ഒരെണ്ണം ഇപ്പം നമ്മൾ 4 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരാൾ ലീവ് പോകും, മറ്റുള്ളവർ 3 പേര് വർക്ക് ചെയ്യും. ഇങ്ങനെ അതെ, അതെ, അതേ റൊട്ടേറ്റ് ചെയ്യും. രീതിയിൽ ഷിപ്പിനും അതുപോലെ ഒരു മെയിൻ്റനൻസ് വേണ്ടി വരും. അപ്പോൾ ആ ഒരു ഷോർട്ടേജ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഇപ്പോൾ വിശാൽ നിർമ്മിക്കുന്ന. അതിനുശേഷം തീർച്ചയായിട്ടും നമ്മുടെ ന്യൂക്ലിയർ പവേർഡ് എയർക്രാഫ്റ്റ് കാരിയറും ഇന്ത്യക്ക് എന്താ പറയുന്നത് നിർമ്മിക്കാനായിട്ടുള്ള പദ്ധതി വിളിച്ചത് കൊണ്ടുവരിക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.